പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം. ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹാപ്പിനെസ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡ് ആ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ഡെൻമാർക്കായിരുന്നു ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. 1912 ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചത്. 1912 ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഡെൻമാർക്കായിരുന്നു സന്തോഷം നിറഞ്ഞ ജനത എന്ന രാജ്യത്തിൻ്റെ സ്ഥാനം നേടിയിരുന്നത്. എന്നാൽ അതിനുശേഷം 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം ആരേറ്റെടുത്തു? ഫിൻലാൻഡ് ഏറ്റെടുത്തു. കേരളത്തിൻ്റെ 10 ഇരട്ടി വലിപ്പം ആ രാജ്യത്തിനുണ്ട്. 3,83,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് അവിടെ. വെറും 1/2 കോടി മാത്രമാണ് ജനസംഖ്യ. 1/2 കോടി ജനങ്ങളുള്ള രാജ്യം ഫിൻലാൻഡ്. തെരുവുകൾ കണ്ടാൽ അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും. അത്രമാത്രം നീറ്റ്നെസ്, ശുചിത്വത്തിൻ്റെ നാട്. പാതിരാ സൂര്യൻ്റെ നാടെന്ന് അതിന് പേരുണ്ട്. 100 തടാകങ്ങളുടെ നാട് എന്നും പേരുണ്ട്. ഒരു 20 ദിവസത്തോളം ആ രാജ്യത്ത് സൂര്യൻ അസ്തമിക്കാറില്ല. അത് പാതിരാ സൂര്യൻ്റെ നാടെന്ന യാത്രാവിവരണ പുസ്തകത്തിൽ എസ്.കെ. പൊറ്റക്കാട് പറയുന്നുണ്ട്. പിന്നെ ആ രാജ്യത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണ്? ജയിലുകളില്ല. ജയിലുകളില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറ്റവാളികൾ ഇല്ല എന്നാണ്. കുറ്റം ചെയ്യുന്നവർ, മോഷ്ടാക്കൾ, ഇവരുടെയൊക്കെ സംഖ്യ വളരെ വളരെ കുറഞ്ഞ് അവിടെ ഇപ്പോൾ ജയിലുകൾ ഉണ്ടായിരുന്നത് പോലും അടച്ചുപൂട്ടുകയാണ്. അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്നതിൽ വലിയ പ്രാധാന്യം പുരുഷന്മാർക്കാണ്. സ്ത്രീകൾ പ്രസവാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കും. പിന്നെ പുരുഷന്മാരാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവരെ വളർത്തുന്നത്. സാമ്പത്തികം മാത്രം പോരല്ലോ സന്തോഷത്തിന്. സാമ്പത്തികം മാത്രം മതിയായിരുന്നെങ്കിൽ ലോകത്തിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അമേരിക്ക വരേണ്ടതായിരുന്നു. അമേരിക്ക ലോകത്തിൽ സന്തോഷമുള്ള രാജ്യങ്ങളിൽ 18ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യ 108ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്തൊരു വീമ്പ് വർത്തമാനമാണ് പറയുന്നത്. ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ചും ഇന്ത്യയുടെ നേട്ടങ്ങളെക്കുറിച്ചും ഈ ഇവിടുത്തെ പരിവാറുകാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടാൽ എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ താമസിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ, ഇത്തരത്തിൽ രോഗികളുടെ ആധിക്യം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന രാജ്യമാണിവിടെ. എന്നിട്ട് ഈ ലോക കണക്കുകൾ വരുമ്പോൾ അങ്ങ് കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഫിൻലാൻഡാണ്, രണ്ടാമത് ഡെൻമാർക്കാണ്, സ്വിറ്റ്സർലൻഡ്, നോർവേ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് അവിടെ ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും ഒരു ഇന്ത്യക്കാരന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ സന്തോഷം അനുഭവിക്കുന്ന ലോകത്തിലെ ജനങ്ങൾ ആഫ്രിക്കക്കാരാണ്. നോക്കൂ, ഇതാണ് സന്തോഷിക്കണമെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ, ആരോഗ്യം,
സ്ത്രീ വിദ്യാഭ്യാസം, കുട്ടികളുടെ ജനന നിരക്ക്, മരണനിരക്ക്, അതുപോലെ അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, ഇതെല്ലാം അനുകൂലമാകുമ്പോഴാണ്, രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു തലമുറ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇത്രയും കാലമായി അവർ നേടിയ ആ പൊസിഷനിൽ നിന്ന് അവരെ മാറ്റാൻ മറ്റൊരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല. അതാണ് ആ രാജ്യത്തിൻ്റെ ഒരു ചെറിയ പ്രത്യേകത കൂടി പറയാം. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ കണ്ടക്ടർ ഇല്ല. യാത്രക്കാർ തന്നെത്താൻ അവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം, അതിൻ്റെ പൈസ ഇടണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. പത്രങ്ങളോ മാസികകളോ നമുക്ക് വേണമെങ്കിൽ അവിടെ വിൽക്കാൻ ആരും നിൽക്കുകയില്ല. ഏതെങ്കിലും മാർക്കറ്റ് കോർണറിൽ ഷെൽഫ് സ്ഥാപിച്ചിട്ട് അവിടെ പുസ്തകങ്ങൾ, ബുക്കുകൾ, ന്യൂസ് പേപ്പറുകൾ എല്ലാം വെക്കും. അത് വാങ്ങുക എന്ന് പറയുന്നത് സ്വമേധയാ ചെന്നെടുക്കുന്നു, സ്വമേധയാ പണം ഇടുന്നു. ഇതാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു തെരുവിൽ കൊണ്ടുവന്ന് പത്രം അടുക്കി വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് പൈസ മേടിക്കാൻ ആളില്ലെങ്കിൽ 10 പൈസ കിട്ടുമോ? അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സിൻ്റെ രാജ്യമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സത്യസന്ധതയുടെ കൂടി രാജ്യമാണ്. ആ സ്ഥാനത്തൊന്നും എത്താൻ നമ്മുടെ രാജ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരെയെല്ലാം കുറ്റം പറഞ്ഞും അകറ്റിയും വിഘടിപ്പിച്ചും ഖണ്ഡിച്ചും ഭരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ 116 സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. ദാരിദ്ര്യ രേഖയിൽ 126 സ്ഥാനത്ത് നിൽക്കുന്നു. രോഗികളുടെ കാര്യത്തിൽ ലോകത്തിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ഭാരതത്തിന് ഭൂഷണമല്ല. പക്ഷേ ഇത് തിരിച്ചറിയുന്നവരല്ല ഇവിടം ഭരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം.